KPCC ഭാരവാഹികളാണോ അതോ ഭാരവാഹികളാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ബ്ലോക്കിന് ഓരോ സെക്രട്ടറി എന്നുള്ള ഒരു അവസ്ഥയും കൂടെ എത്താൻ പറ്റും. സംഘടന വളരെയധികം ശക്തിപ്പെടും. ഒരു സംശയം വേണ്ട. ഇപ്പൊ ഷമാ മുഹമ്മദിനും കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്നെങ്കിലും സംശയമുണ്ട്. പ്രവർത്തകരില്ലാതാവുന്നു, എല്ലാവരും നേതാക്കന്മാരാവുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ വികാരം ഭാരവാഹികളിലേക്ക് ഒതുങ്ങുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. KPCCക്ക് ഒരു ഫുൾ ടൈം പ്രസിഡന്റിനെ കിട്ടുന്നില്ല. ഒറ്റപ്പദവി നടപ്പിലാക്കണമെന്നേ ചാണ്ടി ഉമ്മനെയൊക്കെ ഒതുക്കി ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമീപനങ്ങളുണ്ട്. ഇതൊക്കെ മാറണം. നമസ്കാരം. KPCC അവരുടെ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ പുനഃസംഘടനയെ? KPCCക്ക് വലിയ ഒരു നീണ്ട പട്ടിക. ഇത് KPCC ഭാരവാഹികളാണോ അതോ ഭാരവാഹികളാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 58 ജനറൽ സെക്രട്ടറിമാർ. ഈ ജനറൽ സെക്രട്ടറി എന്നതുകൊണ്ട് KPCC അല്ലെങ്കിൽ AICC എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. 13 വൈസ് പ്രസിഡന്റുമാർ. ഇതുകൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഓരോ ജില്ലയ്ക്കും ഒരു വൈസ് പ്രസിഡന്റെ കൂടെ ആക്കുകയായിരുന്നെങ്കിൽ ഓരോ ജില്ലയ്ക്കും ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 14 ജില്ലകളാണല്ലോ മൊത്തത്തിൽ കേരളത്തിലുള്ളത്. പക്ഷേ ഈ 58 എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ 140 ജനറൽ സെക്രട്ടറിമാരെ ആക്കുകയായിരുന്നെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിനും ഒരു ജനറൽ സെക്രട്ടറി, പിന്നെ ഒരു 280 സെക്രട്ടറിമാരെ കൂടി ആക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിനും, അല്ലെങ്കിൽ കോൺഗ്രസിന് ബ്ലോക്ക് കമ്മിറ്റികളാണല്ലോ ഉള്ളത്. ഓരോ ബ്ലോക്കിനും ഒരു നിയോജക മണ്ഡലത്തിന് 2 ബ്ലോക്ക് കമ്മിറ്റികളുണ്ട് കോൺഗ്രസിന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ ബ്ലോക്കിന് ഓരോ സെക്രട്ടറി എന്നുള്ള ഒരു അവസ്ഥയും കൂടെ എത്താൻ പറ്റും. സംഘടന വളരെയധികം ശക്തിപ്പെടും. ഒരു സംശയം വേണ്ട. പക്ഷേ റോഡിലിറങ്ങി നടക്കുന്ന എല്ലാവരോടും ചോദിക്കുമ്പോൾ താങ്കൾക്ക് കോൺഗ്രസിലാരാണ്? ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. താങ്കളാരാണ്? ഞാൻ KPCC സെക്രട്ടറിയാണ്. താങ്കളാരാണ്? ഞാൻ KPCC വൈസ് പ്രസിഡന്റാണ് എന്ന് പറയാൻ ഒരല്പം നാണം എന്ന് പറയുന്നത് പിന്നെ ഇല്ലല്ലോ. അത് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നാണം പാടില്ല. നാണമുള്ള ഒരുത്തിനും രാഷ്ട്രീയത്തിൽ ഉണ്ടാകത്തില്ല. നാണമുള്ളവൻ രാഷ്ട്രീയം വിട്ടുപോകും. അഭിമാനമുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. എല്ലാ രാഷ്ട്രീയക്കാരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ചില നല്ല രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ കോൺഗ്രസിനകത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നും അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. AICC ഇന്നലെ രാത്രി ഈ പട്ടിക പുറത്തുവിടുന്നു. ഇന്ന് രാവിലെ തന്നെ AICCയുടെ വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ് കഴിവുള്ളവർക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്ന പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നു. ഇനിയിപ്പോൾ ഷമാ മുഹമ്മദിന് വേറൊരു ഗ്രൂപ്പ് കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തമായ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് KC വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ്, പിന്നെ A ഗ്രൂപ്പ്, ചാണ്ടി ഉമ്മൻ ഗ്രൂപ്പ്, ഷാഫി ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ്, VD സതീശന്റെ ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ കീഴിലുള്ള ആളുകൾക്കെല്ലാം പല പല ഗ്രൂപ്പുകൾ. ഇപ്പോൾ ഷമാ മുഹമ്മദിനും കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്നെങ്കിലും സംശയമുണ്ട്. അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവന അവരുടെ ഭാഗത്തുണ്ടായത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അച്ചടക്കം എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് AICC എണീൽക്കുന്ന സമയത്ത് ആദ്യം എടുക്കേണ്ട തീരുമാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഷമാ മുഹമ്മദിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന ഓർഡറാണ്. AICC ഇറക്കിയ KPCC പട്ടികയ്ക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന ആരാണ്? രംഗത്ത് വന്നിരിക്കുന്ന AICCയുടെ വക്താവാണ്. നിസാര ഒരു പോസ്റ്റുള്ള AICC വക്താവ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തമായിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഒരു തരത്തിലും വിമർശനവുമായിട്ട് രംഗത്ത് വരാൻ പാടില്ല. മുരളീധരന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനെയൊക്കെ സ്വാഭാവികമായിട്ടും പരിഹരിക്കും. KPCC സെക്രട്ടറിമാർ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ 58 ആണെന്നുള്ളത് ചിലപ്പോൾ ഒരു 100, 120, 140 ഒക്കെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശ്രീ മുരളീധരന്റെ പരാതികളും അവിടെ പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറിക്ക് വരെ 4 സെക്രട്ടറിമാരെ കൊടുത്താൽ മതിയോ? അപ്പോൾ 4 പേർക്ക് ഭാരവാഹിത്വം കിട്ടുമല്ലേ? ഇനി ഇതിന്റെ പുറമെ മറ്റൊരു സംവിധാനം കൂടെ വരുന്നുണ്ട്. KPCC മെമ്പർമാർ. ഈ KPCC മെമ്പർമാർ എനിക്ക് തോന്നുന്നു നിലവിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 2 പേരോ 4 പേരോ കണ്ടൊക്കെ ഉള്ളത്. ഇതിനിപ്പോൾ 10 പേരും 20 പേരൊക്കെയോ. കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തകരില്ലാണ്ടാവുന്നു. പ്രവർത്തകരില്ലാതാവുന്നു, എല്ലാവരും നേതാക്കന്മാരാവുന്നു. എല്ലാവരും നേതാക്കന്മാരാവുന്നതോടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തകരില്ലാത്ത അവസ്ഥ വരും. ഈ KPCCക്ക് മാത്രം ഭാരവാഹികൾ പോരല്ലോ, പോഷക സംഘടനകളുടെ ഭാരവാഹികൾ. പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU, ഇത് കൂടാതെ എല്ലാ സിസ്റ്റത്തിന്റെയും പേരിൽ ന്യൂനപക്ഷ മൈനോറിറ്റീസിലുണ്ട്, അസംഘടിത തൊഴിലാളി INTUC ഉണ്ട്. INTUCക്ക് തന്നെ പല പല വിഭാഗങ്ങളുണ്ട്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ വികാരം ഭാരവാഹികളിലേക്ക് ഒതുങ്ങുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ആ പാർട്ടിക്കകത്ത് പ്രവർത്തകരില്ലാത്ത അവസ്ഥയിലേക്ക്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. പണ്ട് പ്രവർത്തകരുണ്ടാകുമായിരുന്നു. KPCCക്ക് ഇത്രയും ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാവത്തില്ല. ആ ജനറൽ സെക്രട്ടറിമാർക്ക് നല്ലൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചാൽ ആ വിളിക്ക് ഒരു കരുത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയെന്ന് പറയും, ഒരു SI വിളിക്കുകയെന്ന് പറയും. ഈ SI വിളിക്കുന്ന സമയത്ത് SI ഇവരോട് പറയുകയാണ് ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ് വിളിക്കുന്നത്. പണ്ടൊക്കെ KPCC ജനറൽ സെക്രട്ടറി ഒരു സ്റ്റേഷനിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. പക്ഷെ ഇന്ന് വിളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നിങ്ങൾ എത്ര പേരുണ്ട് എന്നല്ലേ തിരിച്ചു ചോദിക്കത്തുള്ളൂ.
ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലല്ലേ ചോദിക്കത്തുള്ളൂ. ഇതെന്തുകൊണ്ട് കോൺഗ്രസ് ഇതിങ്ങനെ ഇത്രയും എണ്ണം കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും പിണക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നൊരു ലക്ഷ്യം പരമപ്രധാനമായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം കുറച്ചുകൂടി സജ്ജമാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഇതുപോലുള്ള ജംബോ കമ്മിറ്റിയാണോ എന്നുള്ളതിനെ കുറിച്ച് KPCCയും AICC ഒക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് തീരുമാനം ഉണ്ടാവത്തില്ല, അവിടെ ഉണ്ടാവുക ബഹളം മാത്രമാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും എണ്ണം കൂടി പോവുകയാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കെല്ലാം ഒരു കമ്മിറ്റി കൂടുന്ന സമയത്ത് പ്രസംഗിച്ച് തീരണമെന്നുണ്ടെങ്കിൽ 2 ദിവസം എടുക്കും. CPM ഒക്കെ സെക്രട്ടേറിയറ്റ് നോക്കുക, അതിനകത്ത് എത്ര പേരുണ്ടാവും? വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ കോൺഗ്രസിനകത്ത് അടിയന്തരമായി യോഗം കൂടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി യോഗം കൂടി ഒരു തീരുമാനം 1 മണിക്കൂറിനുള്ളിൽ എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് ഇരിക്കുക. ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെല്ലാം സംസാരിച്ച് തീരാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതല്ല VD സതീശൻ ഒരു പേപ്പറിൽ ഒരു തീരുമാനം എഴുതിക്കണമെന്നിട്ട് പറയുകയാണ് ഇതായിരിക്കണം തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അംഗീകരിക്കുമോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം തന്നെ തെറിവിളി തുടങ്ങത്തില്ലേ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വന്നിട്ട് പറയുകയാണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഏതൊരു വിഷയത്തിലും ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് രാഷ്ട്രീയകാര്യ സമിതിക്ക് കൂടി എടുക്കേണ്ടി വരുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ രാഷ്ട്രീയകാര്യ സമിതി കൂടി കഴിയുമ്പോൾ തന്നെ ഇത്രയും ആളുകൾ സംസാരിച്ച് തീർക്കാനായിട്ട് 10 മിനിറ്റ് വെച്ച് സംസാരിച്ചാലും ഏകദേശം നല്ല സമയം പോകും, 4-5 മണിക്കൂർ എടുത്തു പോകും. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൂടാണ്ട് KPCC പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാം കൂടെ ഒരു KPCCയുടെ എക്സിക്യൂട്ടീവ് കൂടുകയായിരിക്കുക. ഈ എക്സിക്യൂട്ടീവിലുള്ള മുഴുവൻ ആളുകളും സംസാരിച്ച് തീരണമെങ്കിൽ എത്ര സമയം എടുക്കും? പിന്നീട് വരുന്ന KPCC സെക്രട്ടറിമാർ ഒരു KPCCയുടെ യോഗം വിളിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ KPCC ഭാരവാഹികൾ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ഇതൊക്കെ പോട്ടെ, ഈ KPCC ജനറൽ സെക്രട്ടറിമാരെ എല്ലാം കൂടെ സ്റ്റേജിൽ ഇരുത്തേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് KPCCയുടെ യോഗം കഴിഞ്ഞ 3-4 വർഷമായിട്ട് കൂടാത്തത് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി KPCCയുടെ ഒരു യോഗം നടന്നിട്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. KPCCക്ക് ഒരു ഫുൾ ടൈം പ്രസിഡന്റിനെ കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കെ സുധാകരന്റെ പ്രവർത്തനങ്ങളിലൊന്നും ഒരു കുറവ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല, അദ്ദേഹത്തിന് ചില നാക്കുപിഴകൾ ഒഴിച്ചാൽ. ഇപ്പൊ സണ്ണി ജോസഫും ആരംഭത്തിൽ കാണിച്ച ഒരു ആത്മാർത്ഥതയൊന്നും അല്ലെങ്കിൽ ഒരു വീര്യമോ ഒക്കെ ഇപ്പോഴദ്ദേഹത്തിനുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനകളൊക്കെ വളരെ ചുരുക്കമാണ്. ഒരു KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും പത്രത്താളുകളിൽ അദ്ദേഹത്തിന്റെ പേരോടുകൂടിയ ഒരു പ്രസ്താവന ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ ഉപദേശിക്കാനും നമ്മൾ ആളുകളല്ല, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഈ കമ്മിറ്റിയിൽ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടോ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. അവിടെയൊക്കെയാണ് ചില സംശയങ്ങൾ നമുക്ക് തോന്നുന്നത്. കാരണം KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുകയാണോ എന്ന ചില ചിന്തകൾ നമുക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന സ്വന്തം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഡിവിഷനിൽ തോറ്റുപോയ ആളുകളൊക്കെ ഇന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ KC വേണുഗോപാലുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പേരിൽ മാത്രം വന്നിരിക്കുന്നതാണ്. നമ്മൾ ആളുടെ പേരെന്നും പറഞ്ഞ് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനൊന്നുമില്ല. പക്ഷേ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇടിച്ചു തീർക്കാനായിട്ട് കുറെ ആളുകൾ എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടി ഇത് ജംബോ കമ്മിറ്റി വരുന്നതോട് ഒരു തീരുമാനം ഉണ്ടാവുമോ? ഒരു തീരുമാനം ഉണ്ടാവാനായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യം പറഞ്ഞുതരുമോ? ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ 76 പേര് പ്രസംഗിച്ച് കഴിയണമെങ്കിൽ എത്ര സമയമെടുക്കും? ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവുക തമ്മിൽ തല്ലായിരിക്കില്ലേ, പരസ്പരം പാരവെപ്പായിരിക്കില്ലേ? കോൺഗ്രസ് ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ജനറൽ സെക്രട്ടറിമാരിൽ നിർത്തേണ്ടതായിരുന്നു. ബാക്കി സെക്രട്ടറിമാരാക്കണമായിരുന്നു. ശക്തരായിട്ടുള്ള DCC പ്രസിഡന്റുമാരെ വെക്കണമായിരുന്നു. ഇതിൽ പലർക്കും DCC പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേരെയാണ് ഇപ്പൊ പിടിച്ച് KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒറ്റ പദവി കോൺഗ്രസ് തീരുമാനമാണത്, രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ്. കേരളത്തിൽ ഇപ്പൊ എന്താ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആയില്ലേ, ഹൈബി ഈഡൻ വൈസ് പ്രസിഡന്റ് ആയില്ലേ, മറ്റ് ആളുകൾക്ക് ഇവിടെ അവസരം നിഷേധിക്കപ്പെടുന്നില്ലേ? ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് സമരം ചെയ്തും തമ്മിൽ തല്ലിയും നടക്കുന്ന ആളുകളൊക്കെ, തമ്മിൽ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ തല്ലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്, തല്ലുകൊണ്ടൊക്കെ നടക്കുന്ന ആളുകൾക്ക് അവസരം നിഷേധിക്കപ്പെടുകയല്ലേ? ഒറ്റപ്പദവി നടപ്പിലാക്കണമെന്നേ. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇതേമാതിരി ഒരു ജംബോ കമ്മിറ്റി ഉണ്ടാക്കി മുമ്പോട്ട് പോയി ഒരാൾ ജനറൽ സെക്രട്ടറി ആണ് എന്ന് സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും പാർട്ടി ശക്തിപ്പെടുത്തില്ല. പാർട്ടി ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്ന ലീഡർഷിപ്പാണ് സംസ്ഥാന തലത്തിൽ വേണ്ടത്. അതിനുള്ളൊരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് KC വേണുഗോപാലും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയും VD സതീശനും ഈ പറഞ്ഞ ഷാഫി പറമ്പിലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. പറയുന്ന എല്ലാ ആളുകളും പരസ്പരം തമ്മിലടിക്കുന്ന രീതിയുണ്ട്. ചാണ്ടി ഉമ്മനെയൊക്കെ ഒതുക്കി ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമീപനങ്ങളുണ്ട്.
ഇതൊക്കെ മാറണം. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകും എന്ന് പറഞ്ഞിരുന്ന അബിൻ വർക്കിയോട് പോലും ചോദിക്കാണ്ടാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ട് ദേശീയ സെക്രട്ടറി ആക്കും. അദ്ദേഹത്തിന് 2 വർഷം മുമ്പ് ലഭിച്ച ഓഫറാണ്. ഈ പാർട്ടിയിൽ വരുന്ന തീരുമാനങ്ങൾ ആർക്കോ വേണ്ടി ആരോ എടുക്കുന്ന തീരുമാനങ്ങളായിട്ട് മാറുന്നു എന്നുള്ളിടത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉയർന്നു വരാൻ സാധ്യതകളുണ്ട്. ഏതൊക്കെയായാലും പ്രതീക്ഷ നൽകുന്ന ഒരു കമ്മിറ്റിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് നേതൃത്വം തന്നെ ചിന്തിക്കട്ടെ. വരും ദിവസങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ 58 പേരും ഈ 13 വൈസ് പ്രസിഡന്റുമാരും 4 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരു പ്രസിഡന്റും ചേർന്ന് കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും എന്ന് അവർ വിചാരിച്ചാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ.